ഹായ് ഗേൾസ്, നമുക്ക് ആരോഗ്യത്തിനുള്ള പ്രതിരോധശേഷിക്കും ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്ന മാസവുമായ കർക്കിടക മാസത്തിലെ പത്തിലത്തോരനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഷോർട്ട് വീഡിയോ. ഇനി ഈ തോരൻ വെക്കുന്നതിന് പത്തിൽ തന്നെ വേണമെന്നില്ല. പത്തിൽ കുറഞ്ഞാലും കൂടിയാലും കുഴപ്പമില്ല. വൈവിധ്യത്തിനാണ് പ്രാധാന്യം. നമ്മുടെ വീടിന്റെ പരിസരങ്ങൾ തന്നെ നടന്നാൽ 10 കൂടുതൽ ഇലകൾ കിട്ടും. കർക്കിടകക്കഞ്ഞി, ജീരകക്കോഴി ഇവയെല്ലാം കഴിക്കുന്നത് പോലെ ഗുണം തന്നെയാണ് പത്തിലത്തോരനും. ഇന്നത്തെ പത്തിലത്തോരനായി ഞാൻ എടുത്തിട്ടുള്ളത് ഇംഗ്ലീഷ് ചീര, കാക്കച്ചപ്പ്, കൊടിത്തുവ, കാട്ടുതക്കാളിയില, മത്തനില, പരിപ്പ് ചീര, ചായമൻസ, തവരയില, മുരിങ്ങയില, മുളകില. ഇനിയും ഇതിനായി ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റുള്ള ഇലകളാണ് ഇളവനില, മുത്തിൾ, താളിൻ്റെ ഇല, വെള്ളച്ചീര, മുള്ളൻചീര, പയറില, ചേനയില, കൈപ്പക്കയില, അങ്ങനെ നീണ്ടുപോകുന്നു ഇലകളുടെ നിര. ഇവയെല്ലാം കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുക്കുക. ഇനി ഈ തോരനിലേക്ക് പിന്നീട് വേണ്ടുന്നത് വെളിച്ചെണ്ണ, ചെറിയ ഉള്ളി, തേങ്ങ, എരിവിന് പാകത്തിന് മുളക്, ഉപ്പ്. ഈ തോരന് മാത്രമുള്ള ഒരു പ്രത്യേകത, എത്ര വ്യത്യസ്ത ഇലകൾ ചേർത്താലും ഒരൊറ്റ രുചിയായിരിക്കും. ഗുണമോ അതിൽ 10 മടങ്ങും. ഇനി ഉള്ളിയും പച്ചമുളകും തേങ്ങയും നന്നായി ഒന്ന് ചതച്ചെടുക്കുക. ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് അരച്ചു വെച്ച അരപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഇലകൾ ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് 2-3 മിനിറ്റ് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. സാധാരണ വെക്കുന്ന തോരനിൽ നിന്നും വ്യത്യസ്തമായ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളും ഈ പത്തിലത്തോരൻ റെഡിയാക്കി നോക്കൂ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.